23-ാം വയസ്സിലാണ് അദ്ദേഹം അനുരാഗ ഗാനം പോലെ എന്നുള്ള ആ ഗാനവുമായി മലയാളികളുടെ മുന്നിലേക്ക് എത്തിയത്. 67-ാം വയസ്സിലാണ് പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്ന് പാടുന്നത്. നോക്കൂ, എത്ര മനോഹരമാണ് അദ്ദേഹത്തിന്റെ ആ കാലയളവ്. അദ്ദേഹത്തിന്റെ ശബ്ദമാധുര്യത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാലാതീതമാണ് അദ്ദേഹത്തിന്റെ ശബ്ദം. നമുക്കറിയാം, ഈ ജനറേഷൻ, അതായത് പുതിയ തലമുറയുടെ പ്രണയ സങ്കല്പങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ധാരാളം പാടിയിട്ടുണ്ട്. പുതിയ തലമുറയിലെ സംഗീത സംവിധായകർ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച പാട്ടുകൾ പലതും ജയേട്ടനാ പാടിയിട്ടുള്ളത്. ഇപ്പൊ ഗോപി സുന്ദർ എടുക്കുകയാണെങ്കിൽ ഓലഞ്ഞാലിക്കുരുവി, അൽഫോൺസ് എടുക്കുകയാണെങ്കിൽ ഏരനിരകളാടും, ബിജിപാൽ എടുക്കുകയാണെങ്കിൽ പ്രേമിക്കുമ്പോൾ. അങ്ങനെ ഈ ജനറേഷനിലെ അതുപോലെ വിശ്വജിത്തിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട് അദ്ദേഹം. ഒരുമാതിരി പുതിയ സംഗീത സംവിധായകരുടെയൊക്കെ ഏറ്റവും മനോഹരമായ പ്രണയഗാനങ്ങൾ പാടാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളത്, അതുപോലെ അദ്ദേഹത്തിന്റെ ശബ്ദം ഉപയോഗിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളത് ഈ പുതിയ ജനറേഷൻ സംഗീത സംവിധായകർക്കാണ്. അപ്പൊ തികച്ചും കാലാതീതമാണ്. നമുക്കറിയാം, 1965-66 കാലഘട്ടത്തിൽ അദ്ദേഹം ഗായകനായിട്ട് രംഗത്ത് വരുന്നു. 70-കൾ പുതിയൊരു സംഗീത സംസ്കാരം മലയാളത്തിൽ രൂപപ്പെടുന്നു. ശ്യാം, ജോയ് തുടങ്ങി ഈണത്തിനനുസരിച്ച് പാട്ടുകൾ സൃഷ്ടിക്കുന്ന കുറച്ചുകൂടി പാശ്ചാത്യ ശൈലിയിലുള്ള ഓർക്കസ്ട്രേഷനൊക്കെയുള്ള പാട്ടുകൾ വരുന്നു. അവിടെയും ജയേട്ടൻ അവരുടെ സംഗീത സങ്കല്പങ്ങളായിട്ട് ചേർന്ന് നിൽക്കുന്നു. അത് കഴിഞ്ഞ് രവീന്ദ്രൻ മാസ്റ്റർ വരുന്നു, ജോൺസൺ മാസ്റ്റർ വരുന്നു. രവീന്ദ്രൻ മാസ്റ്റർ അധികം അദ്ദേഹത്തെ കൊണ്ട് പാടിച്ചിട്ടില്ലെങ്കിൽ പോലും ആ കൊടുത്ത പാട്ടുകളെല്ലാം അദ്ദേഹത്തിന്റെ ആലാപന മുദ്ര നിറഞ്ഞിട്ടുള്ള പാട്ടുകളാണ്. ആലിന്റെ താലിയുമായൊക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പാട്ടുകളിലും രവീന്ദ്ര മാസ്റ്റർ പാട്ടുകൾ ഉൾപ്പെടുത്താവുന്നത്. ജോൺസന്റെ ശ്രീ രവി മേനോൻ, നമ്മൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ പ്രണയത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വേണമെങ്കിൽ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി എന്ന് ആ പ്രണയ തുടിപ്പ് നമ്മൾ 99-ൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കേട്ടു. പക്ഷെ അതാ കുറച്ചു കഴിഞ്ഞ് മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു, മൗനാന രാഗത്തിൻ ലോലഭാവം എന്ന് പറയുമ്പോൾ അങ്ങനെ യുവ മനസ്സുകളെ വിഹ്വലപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു ഭാഗത്ത് അവർക്ക് ആ ചടുല താളങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. വിദ്യാസാഗറാണ് എനിക്ക് തോന്നുന്നു ആധുനിക കാലത്ത് ജയചന്ദ്രന്റെ ശബ്ദം ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും തരളമായിട്ട് പാട്ടുകൾ ഉപയോഗിച്ച ഒരു സംഗീത സംവേദന അദ്ദേഹമാണ്. ജോൺസൺ മാസ്റ്റർ അദ്ദേഹത്തിന്റെ മികച്ച ഗാനങ്ങളൊക്കെ യേശുദാസിനെ കൊടുത്തിരിക്കാം. പക്ഷെ ജോൺസൺ മാസ്റ്റർ പാട്ടുകളിൽ ജയേട്ടന്റെ നല്ല നല്ല പാട്ടുകളുണ്ട്. മോഹം കൊണ്ടു ഞാൻ എന്ന് പറയുന്ന പാട്ടുകളൊക്കെ ജോൺസൺ മാസ്റ്ററുടെ ക്ലാസിക് പാട്ടുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ ആ തലമുറയുടെ പ്രണയ സങ്കല്പങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാൻ ജയചന്ദ്രന്റെ ഗാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ അത് കഴിഞ്ഞു വന്നിട്ടുള്ള എം ജയചന്ദ്രന്റെ പാട്ടുകളായാലും, വിദ്യാസാഗറിന്റെ പാട്ടുകളായാലും, മോഹൻ സിത്താരയുടെ പാട്ടുകളായാലും ഒക്കെ, ഔസേപ്പച്ചന്റെ പാട്ടുകളായാലും ഒക്കെ ഈ പാട്ടുകളോടൊക്കെ പൂർണ്ണമായിട്ട് നീതി പുലർത്താൻ ജയേട്ടന് കഴിഞ്ഞു. പക്ഷെ ജീവിതത്തെ വളരെ ലാഘവത്തോടെയാണ് കണ്ടത്. ഒരു കാലത്ത് അദ്ദേഹം വലിയ തിരക്കൊന്നും ഇല്ലാതെ ജീവിച്ചത്. മലയാള സിനിമയിൽ അദ്ദേഹത്തിന് അധികം അവസരങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അവസരങ്ങൾക്ക് വേണ്ടി ആരുടെയും പിന്നാലെ നടക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. തനിക്ക് കിട്ടുന്ന ഗാനങ്ങൾ പൂർണ്ണമായിട്ട് സ്വയം അർപ്പിച്ചുകൊണ്ട് പാടുക, അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ അത് സന്തോഷിക്കുക, അങ്ങനെ വളരെ ലളിതമായിട്ടുള്ള ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിന്റെ. ഒരിക്കലും അദ്ദേഹം വലിയ വലിയ തത്വചിന്തകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശാസ്ത്രീയ സംഗീതത്തിന്റെ വശങ്ങളെ കുറിച്ച്, ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത ഒരാളാണ്, സംഗീതം ശാസ്ത്രീയമായി പഠിക്കാത്ത ഒരാളാണ് രാഗം ശ്രീരാഗം എന്ന് പറയുന്ന രാഗമാലിക ഗാനം പാടി സംസ്ഥാന അവാർഡ് നേടിയത്. അപ്പോ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തിൽ തന്നെ കാണാത്ത ഒരാളാണ്. നമുക്കറിയാം, അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ സംഗീതത്തെക്കുറിച്ച് എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി ജയേട്ടനാണ്. കാരണം എത്രയോ മഹാന്മാരായ സംഗീത സംവിധായകരെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന അദ്ദേഹമാണ്. ഞങ്ങളാണ് ഒരുമിച്ച് എത്രയോ പേരെ പോയി കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അവസാനമായിട്ട് സംസാരിക്കുമ്പോൾ പോലും ആ ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവച്ചത്. മദ്രാസിലെ തെരുവുകളിലൂടെ അദ്ദേഹത്തിന്റെ സെൻ കാറിൽ യാത്ര ചെയ്തിരുന്ന ആ കാലം ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക്. എന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചുവിട്ട ഒരു മനുഷ്യനാണ് ജയേട്ടൻ.